ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ 8,14,00,000 രൂപ മുടക്കി തമിഴ്നാട് സർക്കാർ നമ്മുടെ കേരളത്തിൽ പണിയുന്ന ഒരു സ്മാരകം. കേൾക്കുമ്പോൾ തന്നെ ചെറിയൊരു കൗതുകം തോന്നിയേക്കാം, എന്നാൽ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരളത്തിലാണെങ്കിലും നിൽക്കുന്നത് തമിഴ്നാട് സർക്കാരിൻ്റെ ഭൂമിയിലാണ്. അപ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കി തമിഴ്നാട് സർക്കാർ കേരളത്തിൽ പണിയുന്ന ഒരു സ്മാരകത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. കോട്ടയം ജില്ലയിലെ വൈക്കത്ത് 1924 മാർച്ച് 30 ആരംഭിച്ച് 603 ദിവസക്കാലം നീണ്ടുനിന്ന വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിനും ജാതീയതയ്ക്കും ഐത്തത്തിനുമെതിരായി നടന്ന ഐതിഹാസികമായ സത്യാഗ്രഹ സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഈ സമരത്തിന് നേതൃത്വം നൽകുന്നതിനു വേണ്ടി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തി ശക്തമായി സമരം നയിക്കുകയും ജയിൽവാസമടക്കം അനുഭവിക്കുകയും ചെയ്ത തമിഴ്നാട്ടിലെ നവോത്ഥാന നായകനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന പെരിയാർ രാമസ്വാമിയുടെ സ്മരണയ്ക്കായി കേരളം സൗജന്യമായി നൽകിയ സ്ഥലത്ത് തമിഴ്നാട് സർക്കാരാണ് ഈ സ്മാരകം നിർമ്മിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആധുനിക കാലഘട്ടത്തിലെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഈ സ്മാരകം പുതുക്കി പണിയുന്നതിനു വേണ്ടി 8,14,00,000 രൂപ അനുവദിച്ച് തമിഴ്നാട്ടിലെ MK സ്റ്റാലിൻ സർക്കാരാണ് സ്മാരകത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് വൈക്കത്തെ വലിയ കവല. വൈക്കം സത്യാഗ്രഹത്തിന് നെടുനായകത്വം വഹിച്ച TK മാധവന്റെ പ്രതിമയാണ് ഈ കാണുന്നത്. ഇതിന് സമീപമായി തന്നെ വൈക്കം സത്യാഗ്രഹത്തിന്റെ മറ്റൊരു പോരാളിയായിട്ടുള്ള മന്നത്ത് പത്മനാഭന്റെ പ്രതിമയും സ്മാരകവുമുണ്ട്. വൈക്കം വലിയ കവലയോട് ചേർന്നുള്ള ഈ 65 സെന്റ് ഭൂമിയിലാണ് തന്തൈ പെരിയാർ സ്മാരകം നിലനിൽക്കുന്നത്. പഴയ സ്മാരകത്തിന് ഒരു ചെറിയ കവാടമായിരുന്നു. പുതിയ നിർമ്മിതിയിൽ വലിയ കവാടങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ തന്തൈ പെരിയാർ സ്മാരകത്തിന്റെ എൻട്രൻസ് ആണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്ലോറിന്റെ ഒക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കവാടം കടന്ന് നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ തന്തൈ പെരിയാർ സ്മാരകത്തിന്റെ ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നേരെ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ തന്തൈ പെരിയാറിൻ്റെ ഒരു പ്രതിമ സ്റ്റാച്ചു ഇവിടെ ഉണ്ട്. ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിനോട് ചേർന്നിട്ട് ഭൂമിയിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിമനോഹരമായിട്ടുള്ള ഗാർഡനിങ് വർക്കുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഫ്ലോറിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്തൈ പെരിയാറിൻ്റെ ഒരു വിളിപ്പേരായിരുന്നു വൈക്കം ഹീറോ അഥവാ വൈക്കം വീരൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആളാണ് നമ്മുടെ തന്തൈ പെരിയാർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെമ്മോറിയലായിട്ടാണ് നമ്മുടെ ഈ സ്മാരകം വരുന്നത്. അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ചെറിയൊരു ഫലകം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 2 മാസക്കാലം കൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുമെന്നാണ് ഇപ്പോൾ തമിഴ്നാട് ഗവൺമെൻറ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിർമ്മാണം സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ ഒരു ദിവസം പോലും പെൻഡിങ് വന്നിട്ടില്ല. അത്യാവശ്യം നൈറ്റും ഒക്കെ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുമായിട്ടാണ് ഈ സ്മാരകം ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്തൈ പെരിയാർ സ്മാരകത്തിലെ മ്യൂസിയത്തിൻ്റെ ബിൽഡിംഗ് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു മ്യൂസിയം മുൻപ് ഉണ്ടായിരുന്നതാണ്. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബിലെ ആദ്യത്തെ വീഡിയോ തന്നെ ഈ തന്തൈ പെരിയാർ സ്മാരകത്തെക്കുറിച്ചായിരുന്നു. അന്ന് ഞാൻ ആ പഴയ മ്യൂസിയത്തിൻ്റെ വീഡിയോ അതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെന്നുള്ളവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ മ്യൂസിയത്തിൻ്റെ ബിൽഡിംഗ്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറി ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഇപ്പോൾ അകത്ത് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അകത്തെ കാഴ്ചകൾ ഇപ്പോൾ കാണിക്കുന്നില്ല. ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഒരു ഘട്ടത്തിൽ സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ച നേതാക്കന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്ന ഘട്ടത്തിൽ സമരത്തിന് നേതൃത്വം നൽകാൻ ആളില്ലാതെ വന്ന ഒരു ഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലെത്തി സമരത്തിന് നേതൃത്വം നൽകുകയും ജയിൽവാസം അനുഷ്ഠിക്കുകയൊക്കെ ചെയ്ത തന്തൈ പെരിയാറിൻ്റെ ആ ധീരതയുടെ ഓർമ്മയ്ക്കായിട്ടാണ് കേരള സർക്കാർ ഭൂമി പൊന്നും വിലയ്ക്ക് വാങ്ങി തമിഴ്നാട് സർക്കാരിന് സൗജന്യമായിട്ടാണ് ഈ സ്ഥലം അന്ന് നൽകുന്നത്. അന്ന് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ശ്രീ MGR ആയിരുന്നു. മറ്റൊരു പ്രത്യേകത, ഈ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുൻപിലായിട്ട് തന്നെ തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ MGRൻ്റെ ഭാര്യയൊക്കെ വരുന്ന ജാനകിയുടെ വീട് സ്ഥിതി ചെയ്യുന്നതും ഈ പ്രോപ്പർട്ടിക്ക് മുന്നിലായിട്ടാണ്. തമിഴ്നാട് വാസ്തുകലയെ സ്മരിപ്പിക്കുന്ന വിധത്തിലാണ് കേട്ടോ ഇവിടുത്തെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ നിർമ്മിതിയൊക്കെ അവിടുത്തെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലിലും ഒക്കെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും മനോഹരമായിട്ടുള്ളൊരു നിർമ്മിതി തന്നെ ആയിരിക്കും. സത്യത്തിൽ വൈക്കം നഗരത്തിൻ്റെ ഒരു ഹൃദയഭാഗത്തായിട്ടാണ് നമ്മുടെ ഈ സ്മാരകം വരുന്നത്. ഈ കാണുന്ന വലിയ കവല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈക്കത്തിൻ്റെ ഒരു ഹൃദയം തന്നെയാണ്. അപ്പോൾ ആ ഭൂമിയിലാണ് ഇത്തരത്തിൽ മനോഹരമായിട്ടുള്ളൊരു സ്മാരകം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്മാരകത്തിലൂടെ നടക്കാനായിട്ട് മനോഹരമായിട്ടുള്ള പാതകളൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇരുവശവും അത്യാവശ്യം നല്ല ഗാർഡനിങ് ഒക്കെ ചെയ്ത്
മനോഹരമായിട്ടുള്ള ഒരു നടപ്പാതയും അതുപോലെ തന്നെ ബിൽഡിങ്ങുകളൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്ന ഒരു ആംബി തിയേറ്ററാണ്, അതായത് ഒരു ഓപ്പൺ സ്റ്റേജ് പോലെയൊക്കെയുള്ള ഒരു ആംബി തിയേറ്ററാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു യഥാർത്ഥ വ്യൂ ഒന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ സ്മാരകത്തിൽ നമ്മൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി മനോഹരമായ നടപ്പാത കടന്ന് നേരെ എത്തുന്നത് ഈ ആംബി തിയേറ്ററിലേക്കാണ്. ആംബി തിയേറ്റർ നമുക്ക് കണ്ടാലറിയാം, അത്യാവശ്യം റൂഫിംഗ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ആംബി തിയേറ്റർ തന്നെയാണ്. അപ്പോൾ അത്യാവശ്യം പ്രോഗ്രാമുകളൊക്കെ ഇവിടെ നടക്കുകയാണെങ്കിൽ അതിങ്ങനെ ഇരുന്ന് കാണാനായിട്ടുള്ള ഒരു ഓപ്പൺ സ്റ്റേജ് പോലെ, ഒരു ചെറിയൊരു സ്റ്റേഡിയം പോലെ, ഒരു മിനി സ്റ്റേഡിയം പോലെ തന്നെ കാണാൻ പറ്റുന്ന ഒരു പോർഷനാണ് കേട്ടോ ഈ കാണുന്നത്. ആ പോർഷൻ കടന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നേരെ കാണുന്ന ബിൽഡിങ് ഇവിടുത്തെ ലൈബ്രറിയും അതുപോലെ തന്നെ തന്തൈ പെരിയാറെക്കുറിച്ച്, ഈ സ്മാരകത്തെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട് എത്തുന്നവർക്ക് താമസിച്ച് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നതിനായിട്ടൊക്കെ അതിനൊക്കെയുള്ള സൗകര്യങ്ങളുള്ള ഒരു ബിൽഡിങ്ങാണിത്. അത്യാവശ്യം ലൈബ്രറിയും അതുപോലെ തന്നെ റെഫറൻസിനായിട്ടുള്ള ഒരുപാട് ശേഖരങ്ങളൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആയിരിക്കും ഇത്. അപ്പോൾ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൻ്റെ അടിത്തറയെ സൂചിപ്പിക്കുന്ന ഒരു സമുച്ചയം എന്നുള്ള നിലയിൽ തന്നെ വരുന്ന തലമുറയ്ക്ക് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ബിൽഡിങ് ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലൈബ്രറി ബിൽഡിങ്ങിനോട് ചേർന്ന് തന്നെയാണ് കുട്ടികൾക്കുള്ള ഒരു ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് പഴയ സ്മാരകത്തിലും ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെ ഇതിലേക്ക് കയറാൻ പറ്റുന്നതാണോ എന്നൊക്കെയുള്ള ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അധികം ആളുകളൊന്നും ഈ പ്രോപ്പർട്ടിയിലേക്ക് കയറത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ആംബി തിയേറ്ററിന് സമീപമായിട്ട്, ഈ ലൈബ്രറിക്ക് സമീപമായിട്ട് പുതിയൊരു ചിൽഡ്രൻസ് പാർക്ക് കൂടി ഇതിന് സമാന്തരമായിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ നാട്ടിലെ ജനങ്ങൾക്ക് അത്യാവശ്യം വൈകുന്നേരങ്ങളൊക്കെ ചിലവഴിക്കാൻ പറ്റുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു കേന്ദ്രമായിട്ടാണ് നമ്മുടെ ഈ തന്തൈ പെരിയാർ സ്മാരകം ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ബിൽഡിങ്ങിലൊക്കെ ഒരുപാട് കാണേണ്ട കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ അകത്ത് കയറി ഷൂട്ട് ചെയ്യാത്തത്. മിക്കവാറും ഈ വർഷം അവസാനത്തോടു കൂടി തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യപ്പെടുമെന്നാണ് തമിഴ്നാട് ഗവൺമെൻറ് ഇവിടുത്തെ ജീവനക്കാരെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു സൗകര്യമൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ ഉദ്ഘാടനം ഉടനെ തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഉദ്ഘാടന വേളയിൽ ഇതിൻ്റെ അകത്തെ മുഴുവൻ വിശേഷങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ മുൻപ് സൂചിപ്പിച്ച തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിരുന്ന MGRൻ്റെ ഭാര്യയൊക്കെ ആയിരുന്ന ജാനകിയുടെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ ഈ തന്തൈ പെരിയാർ സ്മാരകത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ജാനകിയുടെ വീട് വരുന്നത്. MGRൻ്റെ ഭാര്യയും തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രിയുമായിരുന്നു. വീടിൻ്റെ മുൻപിലായിട്ട് തന്നെ ഭാരതരത്ന ഡോക്ടർ MGR, മിസ്സിസ് ജാനകി MGR എന്നൊക്കെയുള്ള ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ MGRൻ്റെ ഭാര്യ ജാനകിയുടെ വീടാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ MGR മലയാളിയായിരുന്നു, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മലയാളിയും കോട്ടയംകാരിയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ വൈക്കംകാരിയുമായിരുന്നു. അപ്പോൾ മണിമന്ദിരം എന്നാണ് ജാനകിയുടെ വീട്ടുപേര് വരുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികത്തിന് MK സ്റ്റാലിൻ വൈക്കം സന്ദർശിച്ചപ്പോഴത്തേക്കും ഈ വീടുമൊക്കെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. MGRൻ്റെയും ജാനകിയുടെയും പ്രതിമയാണ് ഈ കാണുന്നത്. അവരുടെ പൂർണ്ണകായ പ്രതിമ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ തന്തൈ പെരിയാർ സ്മാരകത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എപ്പോഴെങ്കിലും വൈക്കത്ത് എത്തുന്ന സമയത്ത് നമ്മുടെ തന്തൈ പെരിയാർ സ്മാരകം സന്ദർശിക്കുക. ഏകദേശം 2-3 മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം, പണിയെല്ലാം പൂർത്തീകരിച്ച് ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുമെന്നാണ് ഇതിൻ്റെ അധികൃതർ ഇവിടുത്തെ ജീവനക്കാരെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഊഷ്മളമായ ആ ബന്ധത്തിൻ്റെ കൂടെ ഒരു സ്മാരകം തന്നെയാണ് നമ്മുടെ ഈ തന്തൈ പെരിയാർ സ്മാരകം. ചരിത്രബോധമുള്ള ഒരു തലമുറയായിട്ട് നമ്മുടെ ഭാവി തലമുറ വളരുന്നതിനൊക്കെ ഇത്തരം സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതും വിദ്യാർത്ഥികളെയൊക്കെ കൊണ്ടുവന്ന് ഇത്തരം ചരിത്ര സ്മാരകങ്ങളൊക്കെ കാണിക്കുന്നത് എപ്പോഴും പ്രയോജനം ചെയ്യുന്നൊരു കാര്യമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ സബീർ ഇബ്രാഹിം, മഹാരാജാസ്.